എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഓരോ ജനത്തിനെയും നമ്മൾ പൊതുവെ പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇന്ത്യയിൽ വലിയ പ്രതിമകളും വലിയ അമ്പലങ്ങളും ഒക്കെ ഒത്തിരി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറേ റോഡുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ജനം ദാരിദ്ര്യത്തിലേക്ക് പോയി എന്നൊരു പോയിൻ്റ് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഇത് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാൻ സംഖ്യയല്ല, ഞാൻ കമ്മിയല്ല, ഞാൻ കൊങ്ങിയല്ല, ഞാൻ ആപ്പുകാരനല്ല, 2020കാരനല്ല, നിലവിൽ ഞാൻ രാഷ്ട്രീയക്കാരനേ അല്ല. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഞാൻ രാഷ്ട്രീയക്കാരനാണ്, എനിക്ക് രഹസ്യ അജണ്ട ഉണ്ടെന്നൊന്നും കമൻ്റ് എഴുതി വെക്കരുത്. ഞാൻ നിലവിൽ രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇന്ത്യയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ദാരിദ്ര്യത്തിലേക്ക് വന്നു. ഈ ദാരിദ്ര്യത്തിലേക്ക് അവർ വന്നതിൻ്റെ കാര്യം എന്തെന്ന് നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ ആദ്യത്തെ മോദി ഗവൺമെൻറ് കയറുമ്പോൾ ആദ്യമേ കാണിച്ച ആ നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനം ഈ രാജ്യത്തെ സാധാരണ ജനത്തിനുണ്ടാക്കിയ ദൂഷ്യം ചെറുതല്ല എന്നതാ സത്യം. അത് ആരംഗീകരിച്ചാലും ആരെതിർത്താലും അതൊരു സത്യം തന്നെയാണ്. അതിനുശേഷം ഇന്ത്യയിലെ സാധാരണ ജനത്തിൻ്റെ സാമ്പത്തിക നട്ടലൊടിഞ്ഞു പോയൊരു നടപടി അത്. പല രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ നോക്കി. ആദ്യമേ പറഞ്ഞ് കള്ളപ്പണം പിടിക്കാനാണ്. എവിടെ കള്ളപ്പണം പിടിച്ചു? അത് കഴിഞ്ഞ് പറഞ്ഞു ഡിജിറ്റലൈസേഷൻ ആക്കാനെന്ന്. എവിടെ ഡിജിറ്റലൈസേഷനായി? ഡിജിറ്റലൈസേഷൻ ആയെങ്കിൽ എങ്ങനെയായി കോടികൾ പാർട്ടിക്കാർ കൈക്കൂലി കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്നത്? ഇപ്പം ഞാൻ ഓർക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തോട്ട് പോയ കള്ളപ്പണം എല്ലാം പിടിക്കും. ഇതുവരെ എന്നെ പിടിക്കാൻ 10 വർഷം നോക്കിയിട്ട് ഒരിടത്തും പിടിച്ചില്ലല്ലോ. പിന്നെയും കുറച്ച് പേര് ഇവിടുന്ന് കുറേ കോടികളുമായിട്ട് വെളിയിലോട്ട് പോയതേ ഉള്ളൂ. വെളിയിൽ കടന്നവനെ ഒന്നും പിടിച്ചുമില്ല. അപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം വേറെ ഏതാണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള സാധാരണക്കാരനെല്ലാം പരമ അവസ്ഥയിലോട്ട് പോയി. ഇതൊരു പ്രധാന കാരണമാണ്. അതിനുശേഷം കേരളത്തിലൊന്നും ഒരുമാതിരിപ്പെട്ടവൻ്റെ ഗതി പൊങ്ങിയിട്ടില്ല, ഒരുമാതിരിപ്പെട്ട നേരെ നിന്നിട്ടില്ല. ഇതൊരു പ്രധാന കാരണമാണ്. പിന്നീട് വന്ന ഒരു കാരണമാണ് ഈ ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാര്യം കോൺഗ്രസ് ഗവൺമെൻറ് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഇതിൻ്റെ പദ്ധതി ഇട്ടെങ്കിലും അന്ന് 5, 8, 12% ജി എസ് ടി ഉദ്ദേശിച്ചിരുന്നത്. 5, 8, 12 3 സ്ലാബുകൾ. ഇപ്പോൾ അത് വന്ന് 12, 15, 5ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 28 വരെയായി. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇടപാടിനും 18% ജി എസ് ടി ആക്കി. 18% ജി എസ് ടി സകലതിനും ആക്കിയപ്പോൾ ഒരു സോപ്പിനും ജീപ്പിനും വരെ ജി എസ് ടി ആയപ്പോഴത്തേനും സാധാരണക്കാരൻ്റെ കയ്യിലുള്ള സംവിധാനം ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ ഒരു പ്രധാന ചതി എന്ന് പറഞ്ഞാൽ ഘട്ടമായിട്ട് ഇന്ധനവില അങ്ങ് കൂട്ടി. ഡീസൽ, പെട്രോള്, CNG, ഗ്യാസ്. 300 രൂപയെ കിടന്ന ഗ്യാസ് പൊക്കി 1200 രൂപയെ കൊണ്ടുവന്നു. അതിന് മുമ്പ് ഈ ഗ്യാസിന് വില കൂടുന്നെന്നും പറഞ്ഞ് ഗ്യാസും കാളവണ്ടി എല്ലാം കൂടെ കൊണ്ടുവന്ന് സമരം ചെയ്തവരാ. കയറ്റി 1200 രൂപ വരെ കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ ആകാൻ നേരത്തെ ഒരു ശകലം കുറച്ച് 900 കൊണ്ടുവന്ന് വെച്ചു. അതെങ്ങനെ ഇലക്ഷൻ ആകുമ്പോൾ മാത്രം കുറയുന്നത്? ഇലക്ഷൻ അല്ലാത്തപ്പോൾ പെട്രോൾ വില ഇങ്ങനെ കയറി വരും. ഇലക്ഷൻ ആകുമ്പോൾ 5-10 രൂപ കുറയും. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അങ്ങനെ കയറി വന്നു. നികുതി ഘടന സകല മേഖലയിൽ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു, എല്ലാ മേഖലയിലും വർദ്ധിപ്പിച്ചു. ഈ പൊതുജനത്തിനെ ദ്രോഹിക്കാവുന്ന എല്ലാ നടപടികളും, അത് ഞാൻ ആ നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് കണ്ടതാണ്. ജനം വേറൊരു വഴി കണ്ടുപിടിച്ചാൽ ഉടനെ അവിടെ നിരോധിക്കും. ജനം ഇപ്പുറത്തൂടെ ഒന്ന് രക്ഷപ്പെടാൻ ഒരു പരിപാടി നോക്കിയാൽ ഉടനെ അവിടെ നിരോധിക്കും. ജനം ഇപ്പുറത്തൂടെ ഒന്ന് എങ്ങനെയും പൈസ എടുക്കാൻ നോക്കി അവിടെ നിരോധിക്കും. ജനത്തിനോട് വാശി എന്ന രീതിയിലാണ് ഓരോരോ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടോ പൊതുജനത്തിന് ബാങ്കിൽ നിന്ന് എടുത്ത് കൊണ്ടുനടക്കാവുന്നത് 2 ലക്ഷം രൂപയ്ക്ക് താഴെ. പൊതുജനത്തിന് എല്ലാ ഇടപാടുകൾക്കും 2 ലക്ഷം രൂപ. രാഷ്ട്രീയക്കാരൻ എത്ര കോടി വേണമെങ്കിലും കൊണ്ടുനടക്കാം. പ്രത്യേകിച്ച് ഭരണപക്ഷമാണെങ്കിൽ പറയാൻ വേണ്ട. അവിടുന്ന് 25 കോടി പിടിക്കുന്നു, ഇവിടുന്ന് 50 കോടി പിടിക്കുന്നു, ഇവിടുന്ന് 300 കോടി പിടിക്കുന്നു, കൊണ്ടുവരുന്ന കോടി കട്ടോണ്ട് പോകുന്നു. പൊതുജനത്തിന് ഇത് ബാങ്കിൽ നിന്ന് കൊടുക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ഇപ്പം പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. ഞങ്ങളും ഭരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും നിയമം ഒന്നും ഒരു വിഷയമല്ല. നിങ്ങളെയും പ്രതിപക്ഷത്തിനെയും നിങ്ങളെ ഒന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും നിയമവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഏത് കൊള്ളരുതായി കാണിച്ചാലും ഇങ്ങോട്ട് വാ, നിനക്ക് പിന്നെ പ്രശ്നമില്ല. വാഷിംഗ് മെഷീൻ എന്തുകൊണ്ടാണ് ജനം വിളിക്കുന്നത്? ഏത് കൊള്ളരുതായ്മ അവിടെ നിന്ന് കാണിച്ചാലും ഇങ്ങോട്ട് പോരെ, പിന്നെ പ്രശ്നമില്ല. അവിടെയാണെങ്കിൽ കേസും പ്രശ്നവും. പൊതുജനത്തിന് 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ കൊണ്ടുനടക്കാനും മേല, ഇടപാട് ചെയ്യാനും മേല, ഒന്നും ചെയ്യാൻ മേല. അവർക്കെല്ലാം പിന്നെ ഡിജിറ്റലൈസേഷനാണ്. രാഷ്ട്രീയക്കാർക്ക് കോടികൾ കൊണ്ടുനടക്കുകയും ചെയ്യും. ഈ കോടികൾ എവിടെ നിന്ന് ഇവന്മാരുടെ കിട്ടുന്നത് നിയമപരമാണെങ്കിൽ? പിന്നെ കേസുകളൊക്കെ ആണെങ്കിലും ED ആണെങ്കിലും IT ആണെങ്കിലും GST ആണെങ്കിലും എല്ലാം പക്ഷപാതപരമായ നടപടികൾ. 15 ലക്ഷം ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും കിട്ടിയോ ഇന്ത്യയിൽ?
ആർക്കും ഒരു വിഷയമില്ലല്ലോ. വിദേശത്തുള്ളത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു, വല്ലതും കൊണ്ടുവന്നോ? കൊണ്ടുവന്നില്ല. അത് മുഴുവൻ കുറേ കൂടെ വിദേശത്തോട്ട് പോയതേ ഉള്ളൂ. പിന്നെ എന്നാ, അവശ്യ വസ്തുക്കളുടെ എല്ലാം വില അങ്ങോട്ട് കയറി, തൊഴിലില്ലായ്മ ദാരിദ്ര്യം രൂക്ഷമായി. 63 രൂപയ്ക്ക് ഒരു ഡോളറുമായിട്ട് ചേഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പോൾ 84 വന്നു. അതെന്താ അങ്ങനെ വരുന്നത്? അതായത് പറഞ്ഞു വരുമ്പം ആസൂത്രിത കൊള്ള. ആസൂത്രിത കൊള്ള എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ കയ്യിൽ 15 ലക്ഷം ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ജനത്തിൻ്റെ കയ്യിലിരുന്ന പണം പെട്രോൾ വിലയായിട്ടും GST ആയിട്ടും ഗ്യാസ് വിലയായിട്ടും സാധനങ്ങൾക്ക് വിലയായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ അങ്ങ് പതുക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അങ്ങ് മേടിച്ചെടുത്തു. കുറേശ്ശെ 10 വർഷം കൊണ്ട് മേടിച്ചത് കൊണ്ട്, അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം കൂടെ ചേർന്നാണ് മേടിച്ചത്. മേടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ ജനത്തിന് ഇത് മനസ്സിലായില്ല. അവരുടെ കയ്യിലെ കുറേശ്ശെ ഇറങ്ങി. പണ്ട് 500 രൂപയുടെ പെട്രോൾ ഒഴിച്ചാൽ പോകാമായിരുന്ന ദൂരം ഇപ്പം അതേ സമയത്ത് ഇപ്പോൾ 1500 രൂപയുടെ പെട്രോൾ ഒഴിക്കണമെന്നായി. അപ്പോൾ 1000 രൂപ പോയോ? ഈ 1000 രൂപ തന്ത്രപരമായി ഗവൺമെൻറ് കൊണ്ടുപോയി. ഇതുപോലെ പണ്ട് ഒരു 500 രൂപയ്ക്ക് പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടുന്ന സാധനത്ത് ഇന്ന് 500 രൂപ പോയിക്ക് 500 രൂപയും കൊണ്ട് പോയി 50 പൈസ കൊണ്ടത് സാധനം കിട്ടില്ലാത്ത പോലെ ആക്കി. അപ്പോൾ ഇന്ത്യയിലെ ചില കോർപ്പറേറ്റുകൾക്ക് ലോക മുതലാളിമാരാകാൻ വേണ്ടി എണ്ണ കൊണ്ടോ പിന്നെ സീപോർട്ട് എയർപോർട്ടെല്ലാം നടത്തിയത് കൊണ്ടോ മൊബൈൽ നടത്തിയത് കൊണ്ടോ ബാക്കി കുറേ ബിസിനസ്സുകൾ ചെയ്തത് കൊണ്ടോ അത് ചെയ്തുകൊണ്ടോ ഇത് കൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. അങ്ങനെ ലോക കോടീശ്വരനാണ് ഭക്ഷണത്തിലും കൂടെ കയറി കൈവച്ചാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കൃഷിക്കാരനിട്ട് ഓരോ നിയമം കൂടെ വന്നത്. ആ നിയമം പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട കൃഷിക്കാർ, പഞ്ചാബികളും ഹരിയാനക്കാരും രാജസ്ഥാനികളും രജപുത്രന്മാരും കുറേ എണ്ണം എല്ലാം കൂടെ കയറി എതിർത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് പുറകോട്ട് പോയി. എന്നാലും വാക്കൊന്നും പാലിച്ചില്ല. അത് കഴിഞ്ഞ് വീണ്ടും അവർ സമരം ചെയ്തു. അങ്ങനെ ഘട്ടമായിട്ട് സകല മേഖലയിൽ ഞെരുക്കി വന്നപ്പോൾ വലിയ മുതലാളിമാർ കോർപ്പറേറ്റുകാർ കുറച്ചുണ്ടായില്ലെന്നല്ല പറയുന്നത്, അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അവർക്ക് ഒത്തിരി എഴുതി തള്ളി കൊടുക്കുകയും ചെയ്തു. പക്ഷെ സാധാരണക്കാരൻ അനുദിനം താഴോട്ട് വന്നു. ഇങ്ങനെ താഴോട്ട് വന്നതിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മാന്യമായ പങ്കുണ്ട്. ആസൂത്രിതമായ കൊള്ള. പിന്നെ ഇന്ത്യയിലെ സംബന്ധിച്ച് എന്നാന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ജനമെല്ലാം ദൈവവിശ്വാസം ഉള്ളതായതുകൊണ്ട്, മതവിശ്വാസം ഉള്ളതായതുകൊണ്ട് അവന്മാരെ എല്ലാം പറഞ്ഞ് ഈ മതം പറഞ്ഞ് അങ്ങ് കളിപ്പിച്ചു. മതം പറഞ്ഞ് കളിപ്പിച്ച് ഒരു ഇല്ലാത്ത ദേശീയതയും അതും ഇതും എല്ലാം പറഞ്ഞ് കളിപ്പിച്ച് അവൻ്റെ പോക്കറ്റിൽ കിടന്ന പൈസ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പം 30 രൂപയ്ക്കോ 40 രൂപയ്ക്കോ മാന്യമായിട്ട് കൊടുക്കാവുന്ന പെട്രോൾ 108 രൂപയ്ക്ക് അങ്ങോട്ട് വിൽക്കുമ്പം അവൻ്റെ പോക്കറ്റിൽ നിന്ന് 70 രൂപ 80 രൂപ വെച്ച് അങ്ങോട്ട് കയ്യിലോട്ട് പോയി. ഡീസൽ അടിക്കുമ്പോൾ അങ്ങനെ പോയി, സോപ്പ് മേടിച്ചാൽ അങ്ങനെ പോയി, ചീപ്പ് മേടിച്ചാൽ അങ്ങനെ പോയി, അരി മേടിച്ചാൽ പോയി. അരിക്ക് വരെ GST. അരിക്ക് വരെ GST ഇട്ടിട്ട് ഇത് കൃഷി ചെയ്യുന്ന കേരളത്തിലെ കൃഷിക്കാരന് 4 കൃഷിയുടെ പൈസ കൊടുക്കാനുമുണ്ട്. എന്ത് ചെയ്യുമെന്ന് പറ. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ പൊതുജനം അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊതുജനം, ഒരു സാധാരണക്കാരായ ജനങ്ങൾ അനുദിനം താഴോട്ട്, ബാക്കി വിരളലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾ അനുദിനം മുകളിലോട്ട്. കണക്ക് പറയും ഇന്ത്യ കുതിക്കുന്നു. നമ്മൾ നോക്കുമ്പോഴോ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കഷ്ടവും രോഗവും എല്ലാം ഒരു വശത്ത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ നോട്ട് നിരോധനം തൊട്ട് GST തൊട്ട് കാർഷിക മേഖലയിലെ തകർച്ച തൊട്ട് ഘട്ടമായിട്ടുള്ള ഇന്ധനവില, ഗ്യാസ് വില, നികുതി ഘടന, പൊതുജനത്തിനെ ദ്രോഹിക്കുന്ന നടപടികൾ, ഇങ്ങനെയെല്ലാം കൂടെ വന്നപ്പോഴാണ് ജനം ദാരിദ്ര്യത്തിലേക്ക് പോയത്. അങ്ങനെ വന്നതുകൊണ്ട് ജനം ദാരിദ്ര്യത്തിലേക്ക് പോയി, അല്പം കോർപ്പറേറ്റുകളും രാഷ്ട്രീയക്കാരും ഉന്നതിയിലേക്ക് പോയി എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.